ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം നയിക്കുന്നത് എത്രയും പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് മുടപ്പുഴ സാറാണ്. നമുക്ക് സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് അതിതീക്ഷ്ണമായി നമ്മോട് സംസാരിക്കാൻ കർത്താവേ കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രിയദാസൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊരു വചനം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ 14:27 നമ്മൾ കേട്ട് തഴമ്പിച്ച വചനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര ആശ്വാസകരമായ വചനം. അനേക കുടുംബങ്ങൾ സമാധാനമില്ലാതെ വിഷമിക്കുന്നു. അനേകം വ്യക്തി ജീവിതങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ ആയിരിക്കുന്നു. ദാമ്പത്യ ജീവിതങ്ങൾ തകർന്നിരിക്കുന്നു. എന്നാൽ ശാശ്വതമായ സമാധാനം നമുക്ക് നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. സത്യദൈവമായ യേശുവിനും മാത്രമേ ഈ സമാധാനം തരാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം. പെന്തക്കോസ്ത് കഴിഞ്ഞ് ഉള്ള നാളുകളാണ്. നാളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ സെന്റ് പോൾ പറയുന്നുണ്ട്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗീയമായ സമാധാനം, അത് ലോകം തരുന്ന സമാധാനമല്ല, അങ്ങനെ ആ സമാധാനം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന കേൾവിയിലൂടെ തകർന്ന കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ, വ്യക്തി ജീവിതങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. നമുക്ക് ആ കുടുംബത്തെ സമർപ്പിക്കാം. ഇവർ രണ്ടുപേരും കുടുംബമായി ഭാര്യയും ഭർത്താവും മക്കളും വിദേശത്താണ്. ജീവിത പങ്കാളി ഗ്രഹനാഥയുടെ ജോലി പെർമനൻ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പുതിയ ജോലി മേഖലകൾ അവർക്ക് ലഭിക്കുവാൻ, സ്ഥിരമായി ജോലി ലഭിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഒരുമയോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്ത ആ കുടുംബം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നു. ആ കുഞ്ഞിന് ദൈവിക ജ്ഞാനവും വിവേകവും ഓർമ്മശക്തിയും ഒക്കെ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്ത ബുധനാഴ്ച നമ്മുടെ ആന്തരിക സൗഖ്യ ധ്യാനം, താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. കഴിയുന്നിടത്തോളം ആളുകൾ ധ്യാനത്തിൽ വന്ന് സംബന്ധിക്കുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ്, ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി എല്ലാം ഉണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. വചന ധ്യാനമുണ്ട്. ഞായറാഴ്ചകളിൽ യൂട്യൂബിൽ എവൻഗേലിയൻ സന്ദേശം, ശനിയാഴ്ച വൈകുന്നേരം തിരുവചനാഗ്നി ധ്യാനം, അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം ഉണ്ട്. നമുക്കിതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് മാത്രം ഏറ്റെടുത്ത് നയിക്കാൻ താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് ധാരാളം മക്കൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും കടന്നു വരാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശനിയാഴ്ച ഉച്ചവരെ ധ്യാനം. ആ ധ്യാനമെല്ലാം പരിശുദ്ധാത്മാവിന് അടിയേറെ വയ്ക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഇന്ന് നിങ്ങളുമൊത്ത് ചിന്തിപ്പാൻ ഒരു വേദഭാഗം ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ്
റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്ന് ആണ് ആ വേദഭാഗം. അത് 1-ാം വാക്യം തൊട്ട് 11-ാം വാക്യം വരെ വായിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, റോമാസഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മാർമികമായിട്ടുള്ള വശം ഇന്ന് അടിയങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ അവിടുന്ന് മനസ്സാകണമേ. അവിടുന്ന് എന്തുദ്ദേശിച്ചുവോ അത് അടിയങ്ങൾക്ക് മനസ്സിലാകുവാൻ അടിയങ്ങളുടെ ബുദ്ധിയെ തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി അടിയനെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ കേൾക്കണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ് ഞാൻ മുന്നമേ പറഞ്ഞത്. അതിൻ്റെ ആദ്യ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് ആ വാക്യം തൊട്ടാണ് അത് തുടങ്ങുന്നത്. 11 വരെ ഉള്ള വാക്യമാണത്. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയിലുള്ള വിശുദ്ധന്മാർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചിരുന്ന റോമാസഭയിലുള്ള ആളുകൾ, വിശ്വാസികൾ, അവർ ഒരു പരിധിവരെ സന്തോഷത്തോടും സമാധാനത്തോടും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ തന്നെയും അവർക്ക് ബോധ്യപ്പെടാതെ വന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയത് കൊണ്ട് ആണ് ഈ ലേഖനം, ഈ 5-ാം അധ്യായത്തിൽ ഈ വിഷയം വരാനായിട്ടുണ്ടായ കാരണം. ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് ആരാധിച്ച് മുന്നോട്ട് ജീവിക്കുന്നു എന്ന് വരികിലും, അതായത് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു എന്ന് വരികിലും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. അതറിഞ്ഞിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസിന് നിർബന്ധമുണ്ടായിരുന്നു. അതവർക്ക് നിശ്ചയമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് വ്യക്തമാക്കുകയാണ് ഈ വേദഭാഗത്തിലൂടെ. 11-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഒരു 7 കാര്യം ആ സഭയിലുള്ളവരെ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ആ 7 കാര്യവും വളരെ ഗാംഭീര്യമേറിയതാണ്. അത് അവർ അറിയാതെ പോയാൽ, അത്തരം മാർമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല. വീഴാതെ, തളരാതെ, പതറാതെ മരണം വരെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി ജീവിച്ച് മരിക്കണമല്ലോ. ഒരു നാളിൽ മരിക്കും നിശ്ചയം. മരണം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിഷയം അവരെ അറിയിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒന്നാമത്തെ വിഷയം ഓർമ്മപ്പെടുത്തുന്നത് ആദ്യത്തെ വാക്യം തന്നെ ഇപ്രകാരമാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനമുണ്ട്.
ഒന്നാമത്തെ പോയിന്റ് സമാധാനം ഉണ്ടാക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ട്. അത് ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമല്ല, അത് നശിക്കുന്നതാണ്, താൽക്കാലികമാണ്. എന്നാൽ നിലനിൽക്കുന്ന സമാധാനം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, അത് നിലനിൽക്കുന്നതാണ്, നിത്യജീവൻ അവകാശികളായിട്ടുള്ളവർക്ക് ലഭിക്കുന്നതുമാണ്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കൾക്കാണ് ലഭിക്കുന്നത്. ആ സമാധാനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ലോകത്തിലുള്ള സമാധാനം നിലനിൽക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്ന സമാധാനമാണ് റോമാസഭയിലുള്ളവർക്ക് ആവശ്യമായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയതുപോലെ ഈ ശബ്ദത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ആവശ്യമായിരിക്കുന്നത് നിലനിൽക്കുന്ന സമാധാനമാണ്. പണ്ടത് മാനവരാശിക്ക് ഉണ്ടായിരുന്നില്ല. മാനവരാശി സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുകയായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ഒരു കാലത്ത് ദൈവത്തോടൊപ്പം സമാധാനത്തിൽ വസിച്ചിരുന്നു. എന്നാൽ പാപത്തിൻ്റെ പരിണതഫലമായി പാപം ചെയ്തത് മുഖാന്തരം അവരെ ആ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി, അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പുറത്താക്കപ്പെട്ട ആ ആദമും ഹവ്വയും അതിൻ്റെ സന്തതി പരമ്പരകളും ജന്മനാ പാപം എന്നുള്ള നിലയ്ക്ക് അവർ പാപത്തിന് അധീനരായി ജീവിച്ച് സമാധാനമില്ലാതെ അലയുകയായിരുന്നു. സമാധാനത്തിന് വേണ്ടി പല പ്രക്രിയകളും ചെയ്തു നോക്കിയെങ്കിലും, അത് ദീർഘകാലം ചെയ്തെങ്കിലും ശാശ്വത സമാധാനം ലഭിച്ചില്ല. അങ്ങനെ സമാധാനം ശാശ്വതമായി തൻ്റെ മക്കൾക്ക് ലഭിക്കുവാൻ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയുടെ പരപ്പിലേക്ക് അയച്ചു. അവൻ കടന്നു വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെടുത്ത് യഹൂദയിലും ശമര്യയിലും ഗലീലയിലും സഞ്ചരിച്ച് അനേകം വിശ്വാസികളെ നേടിയെടുത്ത് അവരോട് സംസാരിച്ച്, എന്നാൽ തൻ്റെ ശത്രുവായിരിക്കുന്ന പിശാച് മനുഷ്യരിലൂടെ ഇടപെട്ട് അവനെ ക്രൂശിൽ തൂക്കി കൊന്നുകളഞ്ഞു. എന്നാൽ അവൻ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി ഇന്നും ജീവിക്കുന്നു. സകല മാനവരാശിക്കും സമാധാനം ലഭിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ജീവിച്ച കാലത്ത് പറഞ്ഞിരുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിൽ വിശ്വസിപ്പീൻ, എന്നെ അയച്ചതായ പിതാവിലും വിശ്വസിപ്പീൻ, നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കും. അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് നമ്മോട് സംസാരിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, സമാധാനം ലഭിക്കും. രണ്ടാമത്തെ വിഷയം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവകൃപ. അത് 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ലാസ്റ്റ് ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൃപയിലേക്കുള്ള പ്രവേശനം അത് സൗജന്യമായി ലഭിക്കുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ തൻ്റെ മക്കൾക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. കൃപ എന്ന് പറയുന്നത് സൗജന്യമായി ലഭിക്കുന്നതാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപ ദൈവത്തിൻ്റെ ദാനമാണ്, അത് സൗജന്യമായി ലഭിക്കുന്നതാണ്.
മനുഷ്യന് അധികമായി അതിനകത്തൊന്നും ചെയ്യാനില്ല. ദൈവത്തിൻ്റെ ദാനമായി ഫ്രീ സർവീസായി ലഭിക്കുന്നതാണ്. അത് സ്വീകരിക്കുകയേ വേണ്ടൂ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയേ വേണ്ടൂ. അതിലൂടെ നിത്യ കൃപയ്ക്ക് ഉടമകളായി മാറും. അങ്ങനെ കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭ്യമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനസ്സായി എന്നുള്ളതും രണ്ടാമത്തെ പോയിൻ്റാണ്. ഒന്നാമത്തേത് സമാധാനമുണ്ടാക്കി, രണ്ടാമത്തേത് കൃപയിലേക്കുള്ള പ്രവേശനം, എൻട്രൻസ് ഇൻ ഗ്രേസ് എന്നാണ്. അത് നമുക്ക് പ്രാപിച്ചാൽ നിലനിൽക്കുന്നതിന് അത് ആധാരമാണ്. മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് 5-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ദൈവ തേജസ്സിലേക്കുള്ള പ്രവേശനം. ദൈവത്തിൻ്റെ തേജസ് മനുഷ്യന് നഷ്ടപ്പെട്ടിരുന്നു. അത് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ആദമനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കി വച്ചു. ദൈവത്തോടൊപ്പം അവർ വസിച്ചു ദീർഘകാലം. എന്നാൽ ദൈവത്തെ അവിശ്വസിക്കുക മുഖാന്തരം, അവരെ പാപം ചെയ്തത് മുഖാന്തരം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. എന്നാൽ അവർ വസിക്കും കാലം മുഴുവൻ ദൈവത്തിൻ്റെ തേജസ്സോടു കൂടിയാണ് അവർ വസിച്ചത്. അവർ പാപം ചെയ്ത് പുറത്താക്കപ്പെട്ടപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ വിലമതിക്കാനാവാത്ത തേജസ്സായിരുന്നു. തേജസ് നഷ്ടപ്പെട്ട മാനവരാശി ജീവിച്ച് പല വഴികളും തേടി നോക്കി ആ തേജസ് ലഭിക്കുവാൻ. എന്നാൽ അത് സാധ്യമായില്ല. ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ തേജസ്സുള്ളവനായ ദൈവം തേജസ്സുള്ളവനായ തൻ്റെ പുത്രനെ ഭൂമിയുടെ പരപ്പിലേക്ക് അയച്ചപ്പോൾ അവൻ്റെ ശുശ്രൂഷ തികച്ചെടുത്ത് അവൻ പിതാവാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്കായി മധ്യസ്ഥനായി നിലകൊള്ളുമ്പോൾ, ആ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ ചെയ്ത പാപങ്ങളെ മുഴുവനായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അവനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നുവോ, അവൻ പാപമോചനം നൽകിത്തരും. അത് നമുക്ക് തേജസ്സിലേക്കുള്ള പ്രവേശനം ലഭ്യമാക്കുകയായിരുന്നു. അപ്പോൾ 3 വിഷയമാണ് അവിടെ നമ്മെ ആ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. 1, ശാശ്വത സമാധാനമുണ്ടാക്കി. 2, കൃപയിലേക്കുള്ള പ്രവേശനം ഗിഫ്റ്റായി നമുക്ക് ലഭിച്ചു. 3, ശാശ്വതമായ തേജസ് നമുക്ക് ലഭിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി തേജസ്സുള്ളവരായി മാറി. നമ്മോട് സംസാരിക്കുന്നത് തേജസ്സുള്ളവരായി വരും കാലം ജീവിപ്പാൻ ഏവരും ശ്രദ്ധിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. 4-ാമത്തെ വിഷയം ആ ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 5-ാം അധ്യായം 3-ാം വാക്യം. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ കഷ്ടത അനുഭവിക്കാത്ത മനുഷ്യർ ആരും തന്നെയില്ല. ദൈവമക്കൾ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആ ദൈവമക്കൾക്ക് കഷ്ടത, പ്രയാസം, ബുദ്ധിമുട്ട്, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ എന്തൊക്കെ വന്നാലും അതെല്ലാം നാം അനുഭവിക്കുകയാണെങ്കിലും അതിനകത്ത് സന്തോഷിക്കുവാൻ വകയുണ്ട് എന്ന് ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടതയിൽ സന്തോഷം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ജാഗ്രതയോടെ വിശ്വസിക്കുക. 5-ാമത്തെ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു വലിയ
ഗിഫ്റ്റായി മാനവരാശിക്ക് അഥവാ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയണം. അതെന്താണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. കർത്താവ് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാം, അവൻ നിങ്ങളെ സത്യത്തിലും ആത്മാവിലും വഴി നടത്തും. ആ പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തുന്നത്, നയിക്കുന്നത്, ആലോചന തരുന്നത്, നിയന്ത്രിക്കുന്നത് ദൈവമക്കളെ. അപ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ, ദൈവമക്കളെങ്കിൽ, അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവമക്കളെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അതിന് കീഴ്പ്പെട്ട് അവൻ്റെ ആലോചനയ്ക്ക് വിധേയരായി മുന്നോട്ട് പോകുവാൻ റോമാസഭയെ അറിയിച്ചതുപോലെ, അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ, നടത്തട്ടെ. മറ്റൊരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, 6-ാമത്തെ വിഷയം, അത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവത്തിന് കോപമുണ്ട് പാപിയെ ഉദ്ദേശിച്ച്, ദൈവത്തിനെതിരായി അവിശ്വാസികളെ ഉദ്ദേശിച്ച് അവരോട് കോപമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കോപം മാറ്റാവുന്നതേയുള്ളൂ എന്നുള്ളത്, അതെങ്ങനെ മാറ്റാനായിട്ട് കഴിയും? അത് അവൻ അയച്ചവനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കോപം നീങ്ങിപ്പോകും. എങ്ങനെ? അവൻ പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്കായി മധ്യസ്ഥനായി നിലകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ കോപം നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാസഭയെ ഓർമ്മപ്പെടുത്തിയത്, കോപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നിങ്ങൾ ധരിച്ചിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ നിൽക്കാനായിട്ട് കഴിയുന്നത് എന്ന് ഓർത്തു വയ്ക്കണം. 7-ാമത്തെ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ കേൾക്കുക. 7-ാമത് എന്താണ് പറഞ്ഞത്? അത് റോമർക്കെഴുതിയ ലേഖനം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സന്തോഷമുണ്ട്. എന്താണ് സന്തോഷത്തിന് കാരണം? യേശുക്രിസ്തു നിരപ്പിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തത് കൊണ്ടാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച ആ ശത്രുത യേശുക്രിസ്തുവിലൂടെ നീക്കുകയായിരുന്നു. അങ്ങനെ നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നതും യേശുക്രിസ്തു മുഖാന്തരമാണ്. അവൻ ശത്രുക്കളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്തെടുത്തത്. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിട്ട്, പീലാത്തോസിൻ്റെ അടുക്കൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് വിസ്താരത്തിനായി കൊണ്ടുവന്ന യേശുക്രിസ്തുവിനെ അവിടുത്തെ വിസ്താരം ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പീലാത്തോസ് യേശുക്രിസ്തുവിനെയും പടയാളികളെയും കൂട്ടി അയച്ചത് അന്ന് അവിടെ വന്നു പാർക്കുന്ന ഹേരോദാവിൻ്റെ അടുക്കലായിരുന്നു. എന്നാൽ ആ വേദഭാഗത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹേരോദാവും പീലാത്തോസും തമ്മിൽ വൈരത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ദീർഘനാളുകൾ. എന്നാൽ യേശുക്രിസ്തു പീലാത്തോസിൻ്റെ അടുക്കൽ നിന്ന്
ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അവിടെ ചെന്ന് അവൻ ഒരക്ഷരവും ഉരിയാടാതെ നിന്നതുകൊണ്ട് ഹെരോദാവ് യേശുക്രിസ്തുവിനെ അങ്ങനെ തന്നെ മടക്കി അയച്ചു പീലാത്തോസിൻ്റെ അടുക്കിലേക്ക്. തുടർന്ന് സംഭവിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിനെ വിസ്തരിച്ച് അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ച് കൊടുക്കുകയായിരുന്നു. അവൻ ക്രൂശിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ആ വേദഭാഗത്ത് നാം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുതയാണ്. എന്താണത്? കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിൻ്റെ അടുക്കൽ നിന്ന് ഹെരോദാവിൻ്റെ അടുക്കൽ പോയി തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ വരെ വന്നതായിരിക്കുന്ന ഒരു അപ്രധാനമായിട്ടുള്ള പ്രയോജനം ലഭിച്ചില്ല എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നതെങ്കിലും അവിടെ ലോകത്തോടൊരു സന്ദേശം വിളിച്ചു പറയുകയായിരുന്നു. അതുവരെ അവർ തമ്മിൽ വിരോധത്തിലും വൈരത്തിലും ശത്രുതയിലുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വന്നു പോയതോടുകൂടി അവരുടെ ശത്രുത മാറി അവർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ആയിത്തീരുക തന്നെ ചെയ്തു. ഇത് വലിയൊരു സന്ദേശമാണ് മാനവരാശിക്ക് നൽകുന്നത്. ഒരു കുടുംബത്തിൽ ശത്രുതയിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം സ്വസ്ഥതയും ലഭിക്കുവാൻ, അല്ലെങ്കിൽ ശത്രുത നീങ്ങുവാൻ ഈ ലോകത്തിൽ ശാശ്വതമായിട്ടുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെന്താണ് മാർഗം? യേശുക്രിസ്തു തമ്മിൽ ഒരുമിപ്പിക്കുവാൻ ശക്തനായവനാണ്. അവൻ എല്ലാ നാമത്തിലും മേലായ നാമം ധരിക്കുന്നവനാണ്. അവൻ ശത്രുക്കളെ സ്നേഹിപ്പാനാണ് അവൻ കടന്നു വന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ദീർഘനാളായി ശത്രുതയിൽ കഴിഞ്ഞുകൂടുകയാണ് എന്ന് വരികിൽ ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹത്തിലാകുവാൻ ഒരേ ഒരു മാർഗം മാത്രമേയുള്ളൂ ഈ ഭൂലോകത്തിൽ. എന്താണത്? യേശുക്രിസ്തു അതിൻ്റെ നടുവിൽ വരണം. യേശുക്രിസ്തു സമാധാനം ഉണ്ടാക്കുന്നതാണ്. അത് ശാശ്വതമായി ലഭിക്കുന്നതാണ്. ഒരു സംഘടനയ്ക്കകത്ത് സമാധാനം ഉണ്ടാകാതെ ഛിദ്രതയിൽ ആയിത്തീരുന്നു എന്ന് വരികിൽ അത് സമാധാനമുണ്ടാക്കുന്ന യേശുക്രിസ്തുവിനെ അതിൽ പ്രഥമ സ്ഥാനം ഉൾക്കൊള്ളിക്കുക എന്ന് തന്നെയാണ് മാർഗം. എന്നാൽ അനേക മേഖലകളിൽ, അനേക സംഘടനകളിൽ, അനേക സഭകളിൽ, അനേക വ്യക്തികളിൽ, അനേക കുടുംബങ്ങളിൽ ഈ സമാധാന ദാതാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇല്ല എന്ന് വേണം പറയുവാൻ. അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. ഈ ഭാഗത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അത് ശക്തമായ സന്ദേശം തന്നെയാണ്. യേശുക്രിസ്തു സകലറ്റിനും സമാധാനം ഉണ്ടാക്കുന്നവൻ, ശത്രുതയെ മിത്രങ്ങളാക്കി മാറ്റുന്ന യേശുക്രിസ്തു എന്ന നാമത്തെ ധരിക്കുവാൻ, വിശ്വസിക്കുവാൻ ഇടയായിത്തീരണം. എനിക്ക് തോന്നുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ആ ശത്രുത നീക്കുവാൻ, ശാശ്വതമായിട്ടുള്ള ആ സമാധാനം ഉണ്ടാക്കുവാൻ അത് യേശുക്രിസ്തുവിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അനേകർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ യേശുക്രിസ്തു സമാധാനം ഉണ്ടാക്കുന്നവൻ എന്ന് ഈ ഭാഗം നമ്മെ വിളിച്ചു പറയുകയാണ്. എൻ്റെ ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ മടിക്കരുത്, സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഇത്രയും സമയത്തിനുള്ളിൽ സംസാരിച്ച 6-7 കൂട്ടം കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പതിഞ്ഞു കിടക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നവൻ. അവൻ നമുക്ക് കൃപയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർത്തു. അവൻ്റെ തേജസ്
നമുക്ക് നൽകി തന്നിരിക്കുന്നു. കഷ്ടതയിലൂടെ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് അവസരമുണ്ടാക്കി. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ മാർഗമൊരുക്കി തന്നു. നിരപ്പിൻ്റെ ശുശ്രൂഷ, ശാശ്വത സമാധാനം ലഭിക്കുവാൻ നമുക്ക് ഇടയായിത്തീർന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയെ ഈ വിഷയം വിളിച്ചറിയിച്ചതുപോലെ ഈ വിഷയം നമ്മെയും ബാധിക്കുന്നു എന്ന് ഓർമ്മയിൽ വയ്ക്കണം. ഇത് വലിയ സന്ദേശമായി കരുതി അത് ഹൃദയത്തിൽ പതിപ്പിച്ച് ഇതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് ഈ വചനത്തെ ഹൃദയത്തിൽ വേരൂന്നി നിൽക്കുവാൻ ഇടയായി തീരട്ടെ. എല്ലാവരും ശത്രുക്കളെ സ്നേഹിക്കുവാനും കൃപയിൽ ജീവിപ്പാനും സമാധാനത്തോടെ ജീവിപ്പാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും സമാധാനവും സന്തോഷവും ശാശ്വതമായി ലഭിച്ചു മുന്നേറുവാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.